ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഇവര് വടകരയിലും ഇത് തന്നെയായിരുന്നല്ലോ. ഇവർ പറഞ്ഞു ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രചരണ സംഘം കാഫിർ എന്ന് പറയുന്ന പോസ്റ്റർ ഇറക്കി, ശൈലജ ടീച്ചറിനെതിരെ ഏതോ അശ്ലീല വീഡിയോ പുറത്തിറക്കി. ഇതൊക്കെ ഇവർ പറഞ്ഞതാണോ? കേരളം അതേപടി വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു തിരുത്തലിൻ്റെയും ആവശ്യവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രീ അനിൽകുമാർ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞ എന്താണ്, ശ്രീ പി ജയരാജൻ അംഗമായിരിക്കുന്ന ജയിൽ ഉപദേശക സമിതിയുടെ നിയന്ത്രണത്തിലുള്ള എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. കണ്ണൂരിലെ ഡിസ്ട്രിക്ട് ജയിൽ അഡ്വൈസറി കമ്മിറ്റി 8 അംഗ ജയിൽ അഡ്വൈസറി കമ്മിറ്റിയാണ്. അതിനകത്തുള്ള 2 പ്രമുഖ വ്യക്തികൾ, ഒന്ന് CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി പി ജയരാജനും, മുൻ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ശ്രീ പി ജയരാജനും, അതോടൊപ്പം എനിക്കൊന്ന് ശ്രീ പി ശശിയുമാണ് അതിൻ്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പേഴ്സ് എന്നായിരിക്കുന്നത്. അവരറിയാത്ത, അവർക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തി അവിടെ ജയിലധികാരിയായി ശ്രീ അനിൽകുമാർ. ഏരിയ കമ്മിറ്റിക്ക് താല്പര്യമില്ലാത്ത ഒരാൾ ഒരു പ്രദേശത്ത് ഒരു സർക്കിൾ ഒരു SHO ആയിട്ട് പോലും ഇരിക്കാത്ത നിങ്ങളുടെ ഭരണത്തിൽ കൃത്യമായ ഓരോ ഓരോ സർക്കാർ ഓഫീസിലും നിങ്ങളുടെ പാർട്ടി ഫ്രാക്ഷനുകളുള്ള സെക്രട്ടേറിയറ്റ് നിങ്ങളുടെ പാർട്ടി ഫ്രാക്ഷൻ, അതിനെയും യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ പാർട്ടി ഫ്രാക്ഷൻ, പോലീസ് സ്റ്റേഷൻ നിങ്ങളുടെ പാർട്ടി ഫ്രാക്ഷൻ, അപ്പോൾ ജയിലിൽ പാർട്ടി ഫ്രാക്ഷൻ ഒന്നുമില്ല. സത്യസന്ധനും എന്താ പറയുന്നത് സുതാര്യനുമായ ഒരു ഉദ്യോഗസ്ഥൻ, നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയെ ആരെയും കണ്ടാൽ മിണ്ടത്തുപോലുമില്ല. ജയിൽ അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങൾക്ക് അദ്ദേഹത്തിന് മേൽ യാതൊരു നിയന്ത്രണവുമില്ല. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ കസേരയിരുന്നപ്പോൾ ഈ ജയിലിൽ അമൃതകാൽ പദ്ധതിയുമായി മോചിപ്പിക്കപ്പെടേണ്ട ആളുകളുടെ ഒരു പട്ടിക ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു വെളിപാടുണ്ടായി. അദ്ദേഹം എന്ത് ചെയ്തു? ആ ജയിലിൽ അംഗങ്ങളായിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും രേഖ ആ പേപ്പറിൽ എഴുതി ചേർക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ആ ജയിലിലെ മുഴുവൻ ആളുകളുടെയും രേഖകൾ പരിശോധിച്ച് അവർക്ക് ഇളവുണ്ടോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അബദ്ധത്തിൽ പെട്ടുപോയതാണ് ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ പേര്. അവരെ കേരള ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കുകയും അവർക്ക് ഒരു കാരണവശാലും ഈ കാലയളവിൽ ഈ വാടക കൊലയാളികളായ നരാധമന്മാർക്ക് ഒരു ഇളവും കൊടുക്കരുത് എന്ന് ഹൈക്കോടതി വിധിച്ചത് ജീവിതത്തിൽ ഇന്നുവരെ പത്രം പോയിട്ട് റേഡിയോ പോലും കേട്ടിട്ടില്ലാത്ത ഈ ഉദ്യോഗസ്ഥന് മനസ്സിലായില്ല. അതല്ലേ സംഭവിച്ചത്. അദ്ദേഹം ഇതുവരെ പത്രമേ വായിച്ചിട്ടില്ല, അദ്ദേഹം റേഡിയോ കേൾക്കാറില്ല, ടെലിവിഷൻ കണ്ടിട്ട് എത്രയോ കാലങ്ങളായി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ സാധിച്ചില്ല. അദ്ദേഹം എഴുതി വെച്ചു. അപ്പോഴാണ് കേരള സമൂഹം ഇത് അറിഞ്ഞു. CPM-ൻ്റെ ജയിൽ ഉപദേശക സമിതി ഉൾപ്പെടെ ശ്രീ പി ജയരാജൻ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരോട് വിളിച്ചു ചോദിച്ചു, അല്ലയോ മഹാനുഭാവ, പത്രം വായിക്കാത്ത, റേഡിയോ കേൾക്കാത്ത, ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത താങ്കൾ ഈ നരാധമന്മാരെ ഉൾപ്പെടുത്തിയത് കേരള സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമാണല്ലോ. അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കിയ ഞങ്ങൾ തിരുത്തൽ പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു. ഇങ്ങനെ പോരെ? ശരി.